അവസാന റൗണ്ടിലേക്ക് ഒരു വൻ കുതിച്ചുകയറ്റമാണ് ശശി തരൂർ കാഴ്ചവെച്ചത്. ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയ "അടിച്ചു കയറി വാ" എന്ന ഡയലോഗാണ് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. 23,000-ലേറെ വോട്ടിന് മുന്നേറിയ രാജീവ് ചന്ദ്രശേഖരനെ തീരദേശ വോട്ടിന്റെ കരുത്തിലാണ് തരൂർ പിന്നിലാക്കിയത്. ലീഡ് വർദ്ധിപ്പിച്ച തരൂർ ഇപ്പോൾ 10,000-ലേറെ വോട്ടിന് മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് ഒരു ഘട്ടത്തിൽ 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് ഒഴിച്ചാൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ മത്സരം നടക്കുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് മുന്നിലെത്താൻ സാധിച്ചിരുന്നു. എന്നാൽ EVM-ലെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ ശശി തരൂർ മുന്നിലേക്ക് പോയി. പക്ഷേ ലീഡ് നില കുത്തനെ ഉയർത്താൻ ശശി തരൂരിന് ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല. പിന്നീട് രാജീവ് ചന്ദ്രശേഖരനെ മുന്നേറ്റമാണ് കണ്ടത്. 23,000 വരെ ലീഡ് ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരുന്നു. എന്നാൽ അവസാന റൗണ്ടിലെത്തിയപ്പോൾ തരൂർ കുതിച്ചെത്തി ലീഡ് പിടിച്ചെടുക്കുകയായിരുന്നു. 2014-ൽ 4ാം റൗണ്ട് എണ്ണുമ്പോൾ 10,000-ൽ മുകളിലായിരുന്നു LDF സ്ഥാനാർത്ഥി രാജഗോപാലിന്റെ ലീഡ്. എന്നാൽ 11ാമത്തെ റൗണ്ട് മുതൽ ശശി തരൂർ ലീഡ് നില ഉയർത്തുകയും വിജയിച്ച് കയറുകയും ചെയ്തു. 10,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂർ വിജയം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.